മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തല്ലോ, ഒരാൾക്ക് അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളം എന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയാണ്. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ കടന്നു ചെന്നു. പള്ളിക്കകത്തേക്ക് കടന്നു ചെന്നു. അവിടെ ഇഖാമത്ത് കൊടുത്തു. ഉമർ തങ്ങൾ ഇമാമത്ത് നിൽക്കുകയാണ്. സുബഹിയുടെ ഇമാമത്താണ് റബ്ബേ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് സുബഹി നമസ്കാരത്തിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൈകെട്ടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ബാപ്പാ, സൂറത്തു ത്വാഹയാ പാരായണം ചെയ്യുന്നത്. നമ്മളാണ്, നമ്മുടെ ചെറിയ സൂറത്താണ് ബോധുന്നതെങ്കിൽ ഉമർ തങ്ങൾ സൂറത്തു ത്വാഹ ഓതിയിട്ട് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയോ വിഷം കടർത്തിയ കടാരയുമായി അല്ലാഹുവിന്റെ പള്ളിക്കകത്തേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്തേക്ക് കടന്നു വരികയാണ്. അതാ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് ഇമാമനായി നിൽക്കുന്ന ഉമർ തങ്ങളുടെ ചാരത്തേക്ക് അവന് കടാരയുമായി കടന്നു വരികയാണ്. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവൻ അവിടെ നിന്ന് കത്തിയങ്ങ് കുത്തിക്കേറ്റുകയാ. അല്ലാഹുവേ, പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ ഉമർ തങ്ങളുടെ അടിവയറ്റിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അവൻ ഇറങ്ങി ഓടുകയാണ്. അബൂ ലുഅ്ലുഅ ഇറങ്ങി ഓടുകയാണ്. പടച്ചവനെ, അവൻ ഇറങ്ങി പോകുന്ന വഴിയില് നിസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികൾ അവിടെ നിന്ന് കുത്തികെട്ടാണ് അവൻ ഇറങ്ങിപ്പോയത്. അതാ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പടച്ചവനെ ഇമാമും പല സ്വഹാബത്തും അവിടെ നിന്ന് കുത്തുകൊണ്ടിട്ട് പിടഞ്ഞ് താഴെ വീഴുകയാ. നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇമാമ് കുത്തുകൊണ്ട് പിടയുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്നവർ കുത്തുകൊണ്ട് താഴെ വീഴുകയാ. പക്ഷേ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരൊറ്റ സ്വഹാബിയും കൈയഴിച്ചില്ല. ഒരാളും ഇറങ്ങി ഓടിയില്ല. ഒരാളും കെട്ടിയ കൈ പോലും അഴിച്ചില്ല. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ഖലീഫയാണ്, പടച്ചവനെ ഇമാമാണ്. കണ്ണിന്റെ മുന്നിൽ കുത്തുകൊണ്ടിട്ട രക്തത്തിൽ കടന്ന് പിടയുമ്പോ ഒരാള് പോലും അവിടെ നിന്ന് കൈയഴിച്ചില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തനിക്ക് ഇമാമത്ത് നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോ അവിടെ നിന്ന് വിളിക്കുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സഹാബ, ആരെങ്കിലും ഒന്ന് കയറി നിന്ന് നിസ്കരിക്കുക സഹാബ, എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല സഹാബ. ഉമർ തങ്ങൾ അവിടെ അനുവാദം കൊടുക്കുമ്പോ പടച്ചവനെ, അതാ പുറകിൽ നിൽക്കുന്ന സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണെന്ന് തോന്നുന്നു. പടച്ചവനെ കയറി നിൽക്കുകയാണ്. ഇമാമ് നിന്ന സ്ഥലത്തേക്ക് കയറി നിൽക്കുകയാണ്. തന്റെ കാൽച്ചുവട്ടിൽ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ കടന്ന് പിടയുകയാ. പടച്ചവനെ, തന്റെ കാലിന്റെ ചുവട്ടിൽ കടന്ന് രക്തത്തിൽ കുളിച്ച് പിടയുമ്പോഴും സ്വഹാബത്ത് നിസ്കാരത്തിലാണ്. എന്തേ കൈയഴിക്കാത്തതിന്റെ കാരണം എന്തെന്നറിയോ? കൈകെട്ടിയിട്ട് നിൽക്കുന്നത് ആരുടെ മുന്നിലാ? എന്തേ കൈകെട്ടിയിട്ട് പറഞ്ഞത്? ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി. ഏ മുസ്ലിമേ, ഇശാ നിസ്കരിച്ചപ്പോൾ കൈകെട്ടിയിട്ട് നീ അല്ലാഹുവോട് പറഞ്ഞതെന്താ? വജ്ജഹതു വജ്ഹി ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്. അല്ലാഹുവിനോട് ഒരു കരാറല്ലേ നീ ചെയ്യുന്നത്? ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി. പടച്ചവരെ, സർവ്വതും നിനക്ക് വേണ്ടിയാണ് തമ്പുരാന്. അല്ലാഹുവോട് വാക്ക് പറഞ്ഞിട്ട് കൈകെട്ടിയവര് എന്തുകൊണ്ടാണ് സ്വഹാബത്ത് കൈയഴിക്കാഞ്ഞത്? അവര് നിൽക്കുന്നത് ആരുടെ മുന്നിലെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ മുന്നിൽ കെട്ടിയിരിക്കുന്ന കയ്യാ. ഒരാള് പോലും അവിടെ നഴിച്ചില്ല. എന്തിനാ? ഉമർ തങ്ങളുടെ മകനുണ്ട്.
ഉമർ തങ്ങളുടെ മകൻ പോലും അള്ളാഹുവിന്റെ പള്ളിക്കകത്തുണ്ട്. വാപ്പയാട് കടന്ന് പിടയുന്നത് പൊന്നുമോൻ പോലും അള്ളാഹുടെ മുന്നിൽ കെട്ടിയ കൈ അവിടെ നടിച്ചില്ല. നമസ്കാരം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. വല്ലാത്ത പ്രയാസത്തിലാണ്. വായിലൂടെ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അടിവയറ്റിലൂടെ വെളിയിലേക്ക് പോകുന്ന അവസ്ഥയിൽ മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ സ്വഹാബികൾ അടുത്ത് വരുന്നുണ്ട്, ഉപദേശങ്ങൾ ചോദിക്കുന്നുണ്ട്, വസിയ്യത്തുകൾ ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. യാ അമീറുൽ മുഅ്മിനീൻ, ഉമർ തങ്ങളുടെ ചാരത്തേക്ക് ആ ചെറുപ്പക്കാരൻ കടന്നു വന്ന് അവിടുന്ന് സലാം പറയുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, ഏ ഖലീഫ, ഏ ഉമറേ, നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? നിങ്ങൾ കരയുന്നത്? ഉമറേ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ! ഉമറേ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാൻ! എല്ലാം വലിച്ച് ചെറുപ്പക്കാരുടെയൊക്കെ പാൻ്റൊക്കെ മൂത്രപ്പുരയെ കയറി നിന്നങ്ങ് മൂത്രമൊഴിക്കും. നിന്ന് മൂത്രമൊഴിച്ചിട്ട് എന്ത് കോലത്തിലാ മോനെ നടക്കണത്? ചില പള്ളികളിൽ തന്നെ നിന്ന് മൂത്രമൊഴിക്കാൻ അതിനുള്ള സൗകര്യം, കാരുണ്യം. പള്ളിയിൽ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ പള്ളികളിൽ ചെന്നാൽ നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം. കസേരകളി പള്ളിക്കകത്ത് നിരത്തിയിട്ടിരിക്കുക. അള്ളാടെ പള്ളിക്കകത്ത് കല്യാണ വീട്ടിൽ കസേര ഇട്ടിരിക്കണ പോലെ ഒരു സഫ് കസേര മാത്രം പള്ളിക്കകത്ത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ട് കസേര ഉണ്ടോ? ഇല്ലടോ. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ എങ്ങനെ നിസ്കരിക്കണം? നിങ്ങളൊന്ന് പറഞ്ഞ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ എങ്ങനെ നിസ്കരിക്കണം? എങ്ങനെ നിസ്കരിക്കണം? ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞ കസേരയിലാണെന്ന് നിനക്ക് ആരാ പറഞ്ഞു തന്നെ? നിങ്ങൾ ഇന്ന് വരെ പള്ളിക്കകത്ത് ആരെങ്കിലും തറയിലിരുന്ന് നിസ്കരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പള്ളിക്കകത്ത് തറയിലിരുന്ന് നിസ്കരിക്കുന്ന ഒരു മഹ്ലൂക്കിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എടാ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ തറയിലിരിക്കണമെന്നാ. അതിന് പറ്റാത്തവനാ കസേര ഇരിക്കേണ്ടത്. ഉസ്താദ്, എനിക്ക് കുനിയാൻ വയ്യ ഉസ്താദ്. 2002 നോട്ടിട്ട് നോക്കിയേ, വാപ്പ കമിഴ്ന്ന് വീഴുന്ന കാണാം. അപ്പൊ കുഴപ്പമില്ല, വളയും. ഇപ്പൊ കുഴപ്പമില്ല, വാപ്പായ്ക്ക് വളഞ്ഞു വീഴാനൊക്കെ അറിയാം. നിൽക്കാനിരിക്കാനൊന്നും വയ്യ. കസേരയിൽ ഇരുന്നിട്ടുള്ള നിസ്കാരം സൂക്ഷിക്കണം സഹോദര. അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിനെ സൂക്ഷിക്കണം, പേടിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ വാപ്പ താഴെ ഇരുന്ന് നോക്ക്. താഴെ ഇരുന്നിട്ട് നിനക്ക് പറ്റുമെങ്കിൽ പറ്റുന്ന പോലെ നിസ്കരിക്ക്. അതിന് പറ്റില്ലെങ്കിലാ നീ കസേര കയറേണ്ടത്. അതിനും പറ്റാത്തവൻ, ഇത് ചെറിയ നടുവേദന ഉള്ളവനും കസേരയാ നിരത്തിയിട്ടിട്ടുണ്ട് പള്ളിയിൽ. ഇതുപോലെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഇപ്പൊ യൂറോപ്പ് നിന്ന് മൂത്രമൊഴിക്കാം പള്ളിക്കകത്ത്. പള്ളിയിൽ പ്രസിഡന്റ് ആവാൻ, സെക്രട്ടറി ആകാൻ എലക്ഷൻ. ആരുടെ പൈസ എടുത്തിട്ട് തെരഞ്ഞെടുപ്പ് നടക്ക. ചിഹ്നം വരെയുണ്ട്, ചിഹ്നം വരെയുണ്ട്. വോട്ടുതാ എന്ന് പറഞ്ഞ് തെണ്ടി ജീവിക്കുന്നവൻ. എടാ, അധികാരമെന്ന് പറയുന്നത് ചോദിച്ചു വാങ്ങാനുള്ളതല്ല. അധികാരമെന്ന് പറയുന്നത് ചോദിച്ചു വാങ്ങാനുള്ളതല്ല, തേടി വരാനുള്ളതാ. അധികാരം തേടി വരണം, ചോദിച്ചു വാങ്ങരുത്. പണ്ടൊക്കെ നാട്ടുകാർ മുഴുവനും പോയിട്ട്, ഹജിയാരെ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം, എനിക്ക് വയ്യ. പണ്ടുള്ളവരോട് പറയും, നിങ്ങളൊന്ന് പള്ളിയുടെ പ്രസിഡന്റ് ആക, സെക്രട്ടറി, എനിക്ക് വയ്യ, പേടി. ഇന്ന് വീട്ടിന്റെ പുറകെ കൂടെ പോയിട്ട് പറയാ, എനിക്ക് വോട്ട് തരണേ. കാലെവിടെത്തി നോക്കടോ അധികാരം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ ഞാൻ മുൻ പ്രസിഡന്റിനെയും കണ്ടു, ഇപ്പോഴത്തെ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, ആരെയെ കണ്ടായിരുന്നു. കമ്മിറ്റിക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഭയപ്പെടണം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, ഉമർ തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കാം, അങ്ങനെ തന്നെ കരുതുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇങ്ങനെ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുമ്പോ ഒരു കുടുംബക്കാരൻ കയറി വന്നു. ഒരു കുടുംബക്കാരനായ മനുഷ്യൻ ഉമർ തങ്ങളുടെ റൂമിനകത്തേക്ക് കയറി വന്നു. ഉമർ തങ്ങൾ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം കണച്ചു. ഉമർ തങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം അണച്ചു കളഞ്ഞു. അപ്പൊ ഇയാള് ഉമർ തങ്ങളോട് ദേഷ്യപ്പെടാ, നീ എന്താ, ഞാൻ വന്ന ഉടനെ നീ എന്നെ കളിയാക്കുന്നോ, വിളക്കണച്ചു കളഞ്ഞല്ലോ, നീ എന്താ കളിയാക്കുന്നോ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ചൂടാകാൻ തുടങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഈ ഇരിക്കുന്ന വിളക്കിനകത്തൊഴിച്ചിരിക്കുന്ന എണ്ണ ബൈത്തുൽ മാലിലെയാ.
ഈ വിളക്കിനകത്തൊഴിച്ചിരിക്കുന്ന എണ്ണ അത് ബൈത്തുൽ മാലിന്റെ പൈസ കൊണ്ട് വാങ്ങിച്ചതാ. നീ കുടുംബക്കാര്യം പറയുമ്പോ ഇത് കത്തിച്ച് വെച്ചാ ഞാൻ അള്ളഹാനോട് കണക്ക് പറയേണ്ടി വരും. പച്ച മലയാളത്തിൽ പറഞ്ഞ ഇവിടുത്തെ പള്ളിയുടെ പ്രസിഡന്റ് കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുമ്പോ ഒരു കുടുംബക്കാരൻ കല്യാണം വിളിക്കാൻ പറഞ്ഞു. ഒരു കുടുംബക്കാരൻ കല്യാണം വിളിക്കാൻ വന്ന ഇട്ടിരിക്കുന്ന ഫാൻ ഓഫാക്കണമെന്നാ ഈ പറഞ്ഞതിനർത്ഥം. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ആരോടാ ഇത് പറയുന്നത്? അമാനത്തിന്റെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പള്ളിയുടെ ബാത്റൂമിന്റെ മുന്നിലിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക. എന്തിന്? അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. ഇവിടെ ഈ പള്ളിയിലെ കക്കൂസില്ലേ ബാത്റൂം, അതിന്റെ മുന്നിലിട്ടിരിക്കുന്ന ചെരുപ്പ് എന്തിനാ വെട്ടണേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാടാ നിങ്ങൾ എന്നെ നോക്കണം? എന്തിനാ? എടാ, അവനവന്റെ ചെരുപ്പ് അവനവൻ അറിയില്ലേ? ഇത് പള്ളിയുടെ ചെരുപ്പാണെന്ന് അറിയാൻ അത് വെട്ടിയിട്ടിരിക്കണേ, അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. ഇതാണ് നമ്മുടെ വെള്ളിയാഴ്ച വരും അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. പെരുന്നാൾ. ജുമാ നിസ്കാരം കഴിഞ്ഞ് പെരുന്നാളിന്റെ പ്രതിഫലം, ഹജ്ജ് ചെയ്ത പ്രതിഫലവാ ജുമാ നിസ്കരിക്കുന്നവന്. ഇറങ്ങിയ ഉടനെ കാലിന് പരുവായി ഉറം കയറ്റിയിട്ടുണ്ട് പോവാ. ഇതാണ് നമ്മുടെ അമാനത്ത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എടോ, പണ്ടുള്ളവരോട് പറയും നിങ്ങൾ പള്ളി പരിപാലിക്കാൻ വിളിച്ചാൽ പറയും വയ്യാന്ന്. കാരണം എന്തെന്നറിയോ? പണ്ടുള്ളവർ പള്ളി കയറുമ്പോൾ ചെരുപ്പിടത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടുള്ള പ്രായമുള്ള വാപ്പമാര് പള്ളിയുടെ ഗേറ്റിന്റെ മുന്നിൽ വരുമ്പോൾ ചെരുപ്പൂരും കയ്യിൽ പിടിച്ചുകൊണ്ട് കയറും, തിരിച്ചു പോകുമ്പോൾ വെളിയിൽ പോയിട്ട് ഇട്ടിട്ട് പോകും. പിന്നെ ചിലരെ കണ്ടിട്ടുണ്ട്, അവര് വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ പള്ളിയുടെ ഗേറ്റിൽ ഇങ്ങനെ ചെരുപ്പ് തട്ടും. എന്തിനെന്നറിയോ? പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് വെളിയിലിട്ട അള്ളഹാനോട് കണക്ക് പറയണമെന്ന് പേടിച്ചിട്ട്. യും ഭരണാധികാരിയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിലെ ഭരണാധികാരി നമ്മുടെ മക്കൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവരാരെന്നറിയുമോ? 3 വിഭാഗമാണ്. അള്ളാഹു അവരുടെ മുഖത്ത് നോക്കില്ല, അള്ളാഹു അവരോട് സംസാരിക്കില്ല, അള്ളാഹു അവരോട് യാതൊരു കരുണയും കാണിക്കില്ല. അള്ളാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവരവരാണ്. ആരാണ് നബിയേ? ആരാണ് നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, അതിലെ ഒരു മനുഷ്യനാരെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന വാപ്പ തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അവരതിനെ നിസ്സാരമാക്കും. തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ആ തെറ്റ് തിരുത്തൂല, അതിനെ നിസ്സാരമായി കാണും. വാപ്പാ, നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അള്ളാഹു നിന്നെ വെറുതെ വിടത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യ നമ്മുടെ മക്കള് തെറ്റ് ചെയ്യുന്നത് കണ്ടാ തിരുത്തുവോ? ഇല്ല. എടാ, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കണേ. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? ഒന്ന് പറ വാപ്പമാരെ, തല്ലണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ചായ തലേ വീഴരുത്, ഒന്ന് കൈപൊക്കിക്കേ. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കും. മരിക്കുന്നതിന് മുമ്പ് കാണാനുള്ള കൊതി കൊണ്ടാ. സീറ്റൊക്കെ നല്ല ഉറപ്പുള്ളതല്ലേ, പന്തലൊക്കെ നല്ല ഉറപ്പുള്ളതല്ലേ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ കൈപൊക്കാത്തവരുടെയൊക്കെ മക്കൾ 5 നേരം നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല, ഞാനും നിങ്ങളെപ്പോലെ മനുഷ്യനാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന പലരും തിരിക്കണം മുണ്ടും മടക്കി കൊടുത്തു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ എന്ന് വയല് കഴിഞ്ഞ് പോകുന്ന അവസ്ഥ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഈ മുണ്ടങ്ങട്ട് മടക്കി അങ്ങോട്ട് എടുത്തും അടിയിൽ കിടക്കണ അണ്ടർവെയർ വരെ വെളിയിൽ കാണാം. ഈ വയല് കഴിഞ്ഞ് പോകുന്നവരൊക്കെ ഇങ്ങനെ കാണുന്ന രീതിയിൽ മുണ്ട് ഈ ഇറച്ചിക്കടയിൽ പോത്തിന്റെ കാല് തൂക്കിയിട്ടിരിക്കണ പോലെ വാപ്പ തൻ്റെ തൊട ഇങ്ങനെ നാട്ടുകാർക്ക് കാണിച്ചുകൊണ്ട് പോകാം. ഈ വാപ്പായ്ക്ക് അറിയാം മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്ന്. അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ഇത് ഔറത്താണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? എല്ലാവർക്കും അറിയാം ഇത് ഔറത്താ. പക്ഷെ ഔറത്ത് ഇങ്ങനെ തുറന്നു കാണിച്ചുകൊണ്ട് നടക്കാം. സ്വന്തം തെറ്റ് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് തെറ്റ് കാണിച്ചു കൊടുക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണുങ്ങളുടെ കാര്യം ഞാൻ ഒന്നും പറയണില്ല, നിങ്ങളെ വിട്ടേക്ക. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ജാമ്യമില്ല വകുപ്പ്, അതുകൊണ്ട് വിട്ടേക്കെന്ന്.
അവരെന്നും പറയാൻ പറ്റൂല, അവരെ വിടില്ല. ഇവിടെ ചെറുപ്പക്കാർ നോക്കിക്കേ, കീറിയ പാൻറ് അവന്റെ തൊടയും എവിടൊക്കെ കീറിയിടാൻ പറ്റുമോ അവിടൊക്കെ കീറിയിട്ടിരിക്കുക. അള്ളാഹു നമ്മുടെ മക്കളുടെ ദാരിദ്ര്യം അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. ദരിദ്രവാസി ദാരിദ്ര്യം എന്നാലോചിക്കേ. ഇവിടെ ഒരുത്തം യാചിക്കാൻ വരിക, 27-ാം രാവിലെ യാചിക്കാൻ വരുന്നവൻ ഉടുപ്പിന്റെ പോക്കറ്റൊക്കെ ഒന്ന് കീറിയിട്ടാ വരുന്നത്. എന്താ വല്ലതും താന്ന് ടിപ് ടോപ്പിൽ വന്ന ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമോ? ഞങ്ങൾ അങ്ങനെ കണ്ടിരിക്കണം. പത്തനാപുരത്തൊക്കെ അങ്ങനെ കേട്ടാ, യാചിക്കാൻ വരുന്നവർ ഉടുപ്പൊക്കെ കീറിയിട്ട് വരും. താത്ത നീ എന്താ ഇങ്ങനെ ആയിപ്പോയി, നിന്റെ മോന്റെ കീറിയ പാൻറ് നീ ഒന്ന് തച്ചുകൂടെ, അള്ളാനെ ഓർത്ത് ആദ്യം കഴുകാൻ വേണ്ടി തരുമ്പോഴെങ്കിലും ഒന്ന് തച്ചു കൊടുക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ദാരിദ്ര്യം ഒന്നടിക്ക് അവൻ പിന്നെ തുറന്നിട്ടുണ്ട് കിടക്കുക. അലച്ചോക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് തന്നെ ആര് ചെയ്താലും, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. നാട്ടിക നിങ്ങളൊക്കെ ഔറത്ത് മറക്കുന്നവരാ. ഞാൻ പറഞ്ഞില്ല, പെണ്ണുങ്ങളൊക്കെ ഔറത്ത് മറക്കുക. വീട്ടിൽ പോയി നോക്കിക്കേ, ഇതിൻ്റെയൊക്കെ കോലം ഒന്ന് കണ്ടു നോക്കിയേ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പടച്ചവനെ ഈ ഫർദ് ഹിജാബൊക്കെ ഇട്ടിടക്കുന്ന താത്താമാര് നോക്കിക്കേ. ഇവിടെ പെൺകുട്ടികൾ ആൺകുട്ടികൾ നിക്കറിട്ടുണ്ടാ നടക്കണേ, വെറുമ്പൂടാ മുട്ടിന് മുകളിലുള്ള ഒരു സാധനമുണ്ട്, സായിപ്പെടുന്ന സാധനം, ഇതിട്ടുണ്ടാ നടക്കണേ. പ്രായപൂർത്തിയായ പെങ്ങൾ അവന്റെ വീട്ടിലുണ്ട്. സ്വന്തം സഹോദരി 18 വയസ്സ് മുന്നിലൂടെ ഇവ ഇതിട്ടുണ്ട് നടക്കുന്നേ. പെങ്ങൾ ഇട്ടിരിക്കുന്നത് വേറെ. ഇത് പറയുമ്പോ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദെ സഹോദരനും സഹോദരിയല്ലേ, ജ്യേഷ്ഠനും അനുജത്തിയുമല്ലേ? വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കള് മാതാപിതാക്കളുടെ റൂമിൻ്റെ അകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. ഞാൻ പറഞ്ഞതല്ല, അല്ല പറഞ്ഞതാ. എടോ, 7 വയസ്സുള്ള കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നല്ലേ? അപ്പൊ ആ 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ വാപ്പാടെയും ഉമ്മാടെയും ബെഡ്റൂമിൻ്റെ അകത്ത് കയറണമെങ്കിൽ ചോദിക്കണം. അനുവാദം ചോദിക്കാതെ കയറരുത്. എപ്പോ? 3 സമയം. 3 സമയങ്ങളിൽ വാതിലി മുട്ടിയിട്ട് ചോദിക്കണം, ഉമ്മ കയറി വരട്ടെ. കയറി വരാൻ പറഞ്ഞാൽ കയറണം, ഇല്ലെങ്കിൽ കയറാൻ പാടില്ല. അല്ല പറഞ്ഞതാ. ഏതാ 3 സമയം? 1 വെളുപ്പാങ്കാലം, സുബഹിക്ക് മുമ്പുള്ള സമയം. 2 ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന സമയം. 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ വാപ്പയും ഉമ്മയും റൂമിലുള്ളപ്പോൾ അനുവാദം ചോദിക്കാതെ 10 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് കയറരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തേ കാരണം? ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം പറയാം. ഈ ആണുങ്ങളൊക്കെ രാത്രി കിടക്കുമ്പോൾ ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. നമ്മളെല്ലാവരും രാത്രി കിടന്നുറങ്ങുന്ന ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. വെളുപ്പാങ്കാലത്ത് രാവിലെ എഴുന്നേക്കുമ്പോ ആദ്യം ചോദിക്കുക, എന്റെ മുണ്ട് എവിടെയെന്നാ ചോദിക്കണേ, അല്ലേ? വെളുപ്പാങ്കാലത്ത് രാവിലെ ആമിനെന്റെ മുണ്ട് കട്ടിലിനടി കിടക്കുന്ന മനുഷ്യ എടുത്തുടുത്ത് പടച്ചവനെ എന്നാലോചിക്കല്ലേ. അപ്പൊ വെളുപ്പാങ്കാലത്ത് നിന്റെ മക്കള് റൂമിൽ കയറി വന്നാൽ കോവളം കടപ്പുറത്ത് കിടക്കാ സായിപ്പ്, ഇങ്ങനെ നീ കിടക്കുന്നേ. നമ്മൾ കിടക്കുന്ന കോലം നമ്മുടെ മക്കള് കണ്ടാലോ? നമ്മുടെ ഔറത്ത് നമ്മുടെ മക്കള് കാണും. അള്ളാഹു പറഞ്ഞു കാണണ്ട. അതുകൊണ്ടാ അള്ളാഹ് പറഞ്ഞ കാണണ്ട. ഇവിടെ ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും മാതാപിതാക്കളുടെ ഔറത്ത് പോലും മക്കള് കാണരുത്. 18 50 വയസ്സുള്ളവന് തോന്നുമോ എന്റെ ഉമ്മയുടെ ഔറത്ത് ഈ പ്രായത്തിൽ ഞാൻ കണ്ട എനിക്ക് എന്തെങ്കിലും തോന്നും? ഒന്നും തോന്നില്ല. നിങ്ങൾക്ക് തോന്നോ? ഇല്ല. എന്നിട്ടും അള്ളാഹു പറഞ്ഞ് കാണരുത്. നിങ്ങൾ ചിരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ ആരുമില്ല, റൂമിന്റെ വാതിലടച്ചിട്ട് നഗ്നയായി നിന്ന് കുളിക്കുമ്പോ വാ മോനെ നീയും കുളിച്ചോ, ഒരുമിച്ച് ഇന്ന് കുളിക്കുന്ന ടീമാ. ഔറത്ത് കാണിച്ചു കൊടുക്കാം മക്കൾക്ക്. കൊച്ചിലെ ശീലം ചുടല വരെ വെറുതെ പറഞ്ഞതല്ല, മനസ്സിൽ പതിയും. ആ മക്കള് വഴിപിടച്ചു പോകാൻ അത് കാരണമാകും. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു സൂക്ഷിക്കാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാരോടാ പറയണെന്നറിയോ? ഇതാരോടാ? ഇശാ നിസ്കാരം അസറിന് വന്നു, മഗ്രിബ് നിസ്കരിച്ച് ഇശായും കഴിഞ്ഞ് ഹദ്ദാദും കഴിഞ്ഞ് ദുആയും കഴിഞ്ഞ് വാപ്പ വീട്ടിൽ പോകുമ്പോ ആമിനെ ഇരുന്ന് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. കാക്ക നീ ഒന്നും മിണ്ടത്തില്ല, കൂടെ പോയിരുന്ന് കാണും. അത് തെറ്റാണെന്നറിയാത്ത ഏത് മഖ്ലൂക്കാടോ ദുനിയാവിലുള്ളത്? നിന്റെ മക്കൾ ഇംഗ്ലീഷ് പടം കാണാ, കുടുംബസമേതം ഇരുന്നിട്ടാ കാണുന്നേ. അള്ളാഹു ആലം. ഇപ്പൊ എല്ലാം ചാമ്പലിന്റെ പുറകിലാ. അള്ളാഹു കാക്കട്ടെ. പള്ളിക്കമ്മിറ്റിക്കാർ പറയണത് ചാമ്പിക്കോ, കയറി ഇരിക്കുക, ചാമ്പിക്കോ എല്ലാം എണ്ണം. അള്ളാഹു ആലം. പടച്ചുറബ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറയടോ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ എത്തിയെന്ന് ആലോചിക്കേ. ഇപ്പൊ എല്ലാം കസേര ഇടുക, ഒരാൾ ഇങ്ങനെ എല്ലാവരും ഇരിക്കും, ഒരാൾ വന്നിരുന്നിട്ട് ഇങ്ങനെ. പള്ളിക്കമ്മിറ്റിക്കാർ വരെ അങ്ങനെ ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിലൊക്കെ കാണും. അല്ലാഹു അഅലം.
പാവപ്പെട്ട ഉസ്താദന്മാർ വല്ലതും ചെയ്താൽ ഓനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് അള്ളാഹു വെറുതെ വിടത്തില്ല. അള്ളാഹു പറയുന്നു, നബിതങ്ങൾ പറഞ്ഞു, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത. നിന്റെ ഭാര്യയും നിന്റെ മക്കളും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇത്തഖുല്ലാഹ ഫിന്നിസാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നിങ്ങളുടെ ഭാര്യമാര്, നിങ്ങളുടെ മക്കള്, അത് അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ്. നാളെ അതിനെക്കുറിച്ചും അള്ളാഹു നിന്നോട് ചോദിക്കും. നീ നിസ്കരിക്കാത്തത് മാത്രമല്ല, നീ ഖുർആൻ ഓതാത്തത് മാത്രമല്ല, നീ നന്മ ചെയ്യാത്തത് മാത്രമല്ല, നിന്റെ ഭാര്യയെ കുറിച്ചും അള്ളാഹു ചോദിക്കുമടോ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറ. നീ മാത്രം സ്വർഗത്തിൽ പോകണമെന്നല്ല അല്ലാഹു പറഞ്ഞത്. വാപ്പാ, നീ നന്നാകണമെന്നല്ല പറഞ്ഞത്. നീ ഒറ്റയ്ക്കല്ല സ്വർഗത്തിൽ പോകുമ്പോ നിന്റെ ഭാര്യയെ കൊണ്ടുപോകണേ, പോകുമ്പോ നിന്റെ മക്കളെ കൊണ്ടുപോകണേ, അവരെ കൂടെ നീ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോ നീ മാത്രം രക്ഷപ്പെട്ടാ പോരാ, നിന്റെ ഭാര്യയും നിന്റെ മക്കളും രക്ഷപ്പെടണം. അപ്പോഴാ നീ വാപ്പയാകുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അല്ലാഹു സ്വർഗത്തിലും ജോഡികളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊന്ന് കൈവക്കിക്കേ. സുബ്ഹാനല്ലാഹ്. പെണ്ണ് കെട്ടിയ പലരും കൈവെക്കണില്ല. പെണ്ണ് കെട്ടിയ പലരും കൈവക്കിയില്ല. കാരണം എന്തേ? ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല. അല്ലാഹ് സ്വർഗത്തിലും ഉണ്ടോന്ന് അയക്കണേ. ഭാര്യ നന്നായില്ലെങ്കിൽ നിന്റെ മക്കളുടെ കാര്യം പോയി. ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടെയാ. ആദ്യം മനസ്സിലാക്കേണ്ടത്, നീ എത്ര വലിയ ആളാണെങ്കിലും ഭാര്യ നല്ലവളല്ലെങ്കിൽ നിന്റെ മക്കളുടെ കാര്യം പോയി. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് തെളിവ് സഹിതം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എഴുന്നേറ്റ് ഒളുവെടുത്തിട്ട് നീ തിരിച്ചു വരുമ്പോൾ നിന്റെ ഭാര്യ കിടന്നുറങ്ങുന്നു. നിന്റെ നെറ്റിത്തടത്തിലിരിക്കുന്ന ഒളുവെടുത്ത വെള്ളം ഇങ്ങനെ തുടച്ച് ആ ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്ത് കുടഞ്ഞിട്ട് എഴുന്നേക്കടി എന്ന് വിളിച്ചുണർത്തിയ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീയോ ആമിന ഉറങ്ങിക്കോ, ഇവിടെ വരും പള്ളിയിൽ. ആമിന ഉറക്കം. ആമിന മാത്രമാണോ ഉറങ്ങുന്നത്? തിരിച്ചു പോകുമ്പോ ചോദിക്കും, മോൻ നിസ്കരിച്ചോ? നിസ്കരിച്ചിട്ട് കിടക്ക. എവിടെ? കഅബയിൽ. ഞാൻ വെറുതെ പറഞ്ഞതല്ല വാപ്പാ. നീ മാത്രം നന്നായാ പോരാ, നിന്റെ ഭാര്യ നന്നാകണം. എപ്പോഴും ദുആ ചെയ്യണം. കാരണം എന്തെന്നറിയോ? 950 വർഷം ദഅവത്ത് നടത്തിയ നബിയ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. 1-2 കൊല്ലമല്ല, 950 കൊല്ലം രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലാഹയെ കുറിച്ച് പറഞ്ഞ നബി. പക്ഷേ ഭാര്യ അല്ലാഹയെ കൊണ്ട് വിശ്വസിച്ചില്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചില്ല. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയുടെ ഭാര്യ അല്ലാഹയെ കൊണ്ട് വിശ്വസിച്ചില്ല. മകനും വിശ്വസിച്ചില്ല. അവിടെ മനസ്സിലാക്ക്. നൂഹ് നബിയുടെ നേരെയല്ലാതെ വന്നപ്പോ മകനും പോയി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 ലൂത്ത് നബി അലൈഹിസ്സലാം. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അല്ലാഹയെ കൊണ്ട് വിശ്വസിച്ചില്ല. പക്ഷേ ലൂത്ത് നബിയുടെ ഭാര്യ അല്ലാഹയെ കൊണ്ട് വിശ്വസിച്ചില്ല. മകനും തലതിരിഞ്ഞു പോയി. അല്ലാഹു കാക്കുമാറാകട്ടെ. പക്ഷെ നേരെ തിരിച്ച് ഭാര്യ നല്ലവളും ഭർത്താവ് മോശക്കാരനായിരുന്നാലും രക്ഷയുണ്ട്. നിങ്ങൾ ആലോചിക്ക്. ഫിർഔനിന്റെ വീട്ടിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഫിർഔൻ. നിങ്ങൾ അവന്റെ പേര് കേട്ടിട്ടുണ്ടെന്ന് മിണ്ടായിരിക്കണേ. ഓന്റെ പേര് പറയുമ്പോ എന്തോ പറയണ്ടേ? എന്തപ്പോ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? എടാ, ഫിർഔനിന്റെ പേര് പറയുമ്പോ എന്തോ പറയണ്ടേ? എന്തപ്പ അവന് മാത്രം ഒരു പ്രത്യേകത? ഇബ്ലീസിന്റെ പേര് പറയുമ്പോഴും ലഅനത്തുള്ള പറയണം, ഫിർഔനിന്റെ പേര് പറയുമ്പോഴും ലഅനത്തുള്ള പറയണം. അവര് തമ്മിലുള്ള ഒരു ബന്ധതാ. വേറെ ആരുടെയെങ്കിലും പേര് പറയുമ്പോ അബൂജഹല് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണോ? കാറൂന് പറയണോ? നമ്രൂദ്
അവർ തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട്. സമയമില്ല, 10 മണിയായി ഇപ്പൊ തന്നെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഓൻ ആരെന്നറിയോ? നമ്മൾ ചോദിക്കത്തില്ലേ, എടാ റമളാൻ മാസത്തിൽ പോലും നോമ്പ് പിടിക്കാതെ അടക്കണ കാക്കാമാരില്ലേ? എല്ലാ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് കെട്ടിയിട്ടിരിക്കുക. ഒന്നാമത്തെ നോമ്പിന്റെ അന്ന് തന്നെ, ഒന്നാമത്തെ നോമ്പിന്റെ അന്ന് തന്നെ സർവ്വ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് കെട്ടിയിട്ടേക്കും. എന്നാലും വീടിയും വലിച്ചു കിടക്കണ കാക്കാമാരെ കാണാം. ഇവന്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഏതാന്ന് ചോദിക്കില്ലേ? അതിന് ഞാൻ തെളിവ് പറഞ്ഞുതരാം. നാളെ നരകത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഇബ്ലീസ് ഒരു പ്രസംഗം നടത്തും തന്റെ അനുയായികളോട്. തന്റെ അനുയായികളോട് ഇബ്ലീസ് ഒരു പ്രസംഗം നടത്തും. പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് കേറിക്കോളിയാ, എല്ലാരും കയറ്റിവിട നരകത്തി, കേറിക്കോ കേറിക്കോ കേറ്, ഞാൻ പുറകെ വരുന്നുണ്ട്, കേറിക്കോ, എല്ലാത്തിനും ഇങ്ങനെ കയറ്റിവിടുക. അപ്പോഴാ ഫിർഔൻ ഇങ്ങനെ നടന്നു വരുന്നത്. ഫിർഔൻ ഇങ്ങനെ നടന്നു വരുമ്പോ ഇബ്ലീസ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ടീച്ചർ വരുമ്പോ വിദ്യാർത്ഥികൾ എഴുന്നേക്കൂല്ലേ, അതേപോലെ ഇപ്പൊ ഫിർഔൻ ഇങ്ങനെ വരുമ്പോ ഇബ്ലീസ് എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ഫിർഔന് ചോദിക്കും, എന്തുവാടാ എന്നെ കളിയാക്കുന്നോ? നീ ഒറ്റ ഒരുത്തനാടാ എന്നെ ഇങ്ങനെ ആക്കിയേ, എന്നെ പിഴപ്പിച്ചത് നീയാടാ, എന്നിട്ട് നീ ഇന്ന് എന്നെ കാണുമ്പോ എഴുന്നേക്കുന്നോടാ. അപ്പൊ ശൈത്താൻ പറയാ, അളിയ നീ സാധാരണ ആളൊന്നും അല്ല, ഓക്കെ നീ സാധാരണ ആളല്ല, നിന്നെ കണ്ട എഴുന്നേക്ക് തന്നെ വേണം. അപ്പൊ ചോദിക്കുക എന്തേന്ന്? അവൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടി ഉണ്ട്. ഇബ്ലീസ് പറയും, നിന്നെ പിഴപ്പിച്ചത് ഞാനാ, ഈ നരകത്തിൽ കിടക്കണ ആൾക്കാരെ മുഴുവനും പിഴപ്പിച്ചത് ഞാനാ, സമ്മതിച്ചു, എങ്കിലും നീ സാധാരണ ആളല്ല. അപ്പൊ ഫിറോൻ ചോദിക്കുക എന്തേന്ന്? അപ്പൊ ഇബ്ലീസ് പറയും, ഞാൻ ഇന്ന് വരെ ഒരാളോടും ഞാനാണ് അള്ളാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ടോ? ഇബ്ലീസ് ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ അള്ളാന്ന്. പറഞ്ഞിട്ടുണ്ടോ? പറയുടെ ചങ്ങാതി പറഞ്ഞിട്ടുണ്ടോ? ഇബ്ലീസ് ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ അള്ളാന്ന്. കാരണം അവൻ അള്ളാ ആരാണെന്ന് നല്ലപോലെ ഇബ്ലീസിനറിയാം. ഇബ്ലീസിനറിയാം അള്ളാ ആരാണെന്ന്. പക്ഷെ അള്ളാ ആണെന്ന് ആര് പറഞ്ഞു? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബെന്ന് ഫിർഔൻ പറഞ്ഞു. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ഇബ്ലീസ് ഏതാ? അവന്റെ അനുയായികൾ ഇപ്പോഴും ഉണ്ട്. അല്ലാഹു കാക്കമാറാകട്ടെ. പള്ളിയുടെ മുറ്റത്ത് കിടന്നാ കയറോ? പള്ളിയിൽ കയറൂല. അവന്റെ കണ്ണിന്റെ മുന്നിൽ കൂടെ പ്രായമുള്ള വാപ്പ പോ നിസ്കരിക്കാൻ, എന്നാലും കയറൂല. അത് വേറെ പണി പോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സൂക്ഷിക്കണം, അല്ലാഹുവിനെ പേടിക്കണം. നമ്മൾ പറഞ്ഞത് നമ്മുടെ ഭാര്യമാര് നന്നാകണം. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ, സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അല്ലാഹു സ്വർഗത്തിൽ നമ്മളെ ഭാര്യമാരെ നമുക്ക് തന്നെ ജോഡികളായി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഒരു കാഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, തെറ്റ് ഭാര്യയാണെങ്കിൽ തെറ്റ് തെറ്റാണെന്ന് പറ, മക്കളാണെങ്കിൽ തെറ്റ് തെറ്റാണെന്ന് പറ. നിന്റെ മോന്റെ കോലം കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന അധികം പേർക്കും സമാധാനമില്ല. സമാധാനമില്ലാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. എടോ ചങ്ങാതി, ഈ ഉസ്താദന്മാരൊക്കെ പറയണില്ലേ പടിപടിയായി മുടിവെട്ടാൻ പാടില്ല, പടിപടിയായി മുടിവെട്ടുന്നവന് മലക്കുകളുടെ ശാപം കിട്ടുമെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നിട്ടും നിന്റെ മോൻ എന്തിനാ ഈ ഫ്രണ്ടിൽ മാത്രം കുറെ തൂക്കിയിട്ടുണ്ട് കിടക്കുന്ന ഇങ്ങനെ മുടി? തെറ്റല്ലേ വാപ്പ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് തെറ്റാണെന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്നല്ലേ, ഈ അടുത്ത കാലത്തല്ലേ ഈ മുടി വളർത്തൽ വന്നത്? ഈ അടുത്ത കാലങ്ങളിലായിട്ടാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് നടക്ക. വാപ്പ ഹാജിയാരാ, താടി തഴമ്പ് കമ്മിറ്റിക്കാരൻ. ഓ, മോന്റെ കോലം കണ്ടാലോ, സുബ്ഹാനല്ലാഹ്. പ്രസിഡന്റിന്റെ മോനല്ലേടാ, സെക്രട്ടറിയുടെ മോനല്ലേടാ പോന്നെ, ഹാജിയാരുടെ മോന്റെ കോലം കണ്ടോടാ എന്ന് ചോദിക്കുന്നു. പാപ്പ, നിനക്ക് ബോധമില്ലേ വാപ്പ? നാട്ടുകാരെ നന്നാക്കുന്ന നീ സ്വന്തം മകനെ ആദ്യം നന്നാക്ക്, അവനോട് പറ മുടി വെട്ടാൻ. ഇത് പറഞ്ഞാ പറയും, ഞാൻ പറഞ്ഞാ കേൾക്കത്തില്ല ഉസ്താദേ, തീർന്നല്ല. നിന്നെ മടല് വെട്ടി തല്ലണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, സ്വന്തം മകനെ നിലയ്ക്ക് നിർത്താൻ പറ്റാത്ത നീയാണോ വാപ്പ? സ്വന്തം മക്കളെ നീ വളർത്ത്. എന്തെല്ലാം കോലത്തിൽ നടക്കുന്നു നമ്മുടെ മക്കള്. കീറിയ പാൻറ്, മുടി വളർത്തി, ചിലതൊക്കെ പിന്നെ പറയണ്ട, ഉരുവിക്ക് കൂട് വെക്കാൻ പറ്റുന്ന പോലെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്ക. ആണാണോ പെണ്ണാണോ എന്നറിയുന്നില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എങ്ങനെയോ വീട്ടിൽ ബർക്കത്തുണ്ടാവുക. സഹോദരിമാരെ, നീ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നൊന്ത് പ്രസവിച്ച നിന്റെ മക്കള് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണോ? നീ കത്രിക എടുക്ക്, മീൻ വെട്ടാനല്ല, നിന്റെ മക്കളുടെ മുടി വെട്ടാൻ. പ്രസവിച്ച കഥ പറയരുത് നീ ആരും, വേദനയുടെ കഥ പറയരുത് നിങ്ങൾ. ആ മക്കള് നിനക്ക് ഉപകാരപ്പെടണോ? മക്കളോട് പറയണം, മുടി വെട്ടിയിട്ട് വാടാ, പോയി മുടി വെട്ടിയിട്ട് വാ.
വെട്ടിയിട്ട് വരുന്നില്ല. ഒന്നുകൂടെ പറയണം, വെട്ടിയിട്ട് വാടാ, ഇല്ലെങ്കിൽ ഞാൻ വെട്ടും. അപ്പോഴും അവൻ വെട്ടാതെ വന്നു. മൂന്നാമത്തെ ദിവസം കടന്നുറങ്ങുമ്പോൾ കത്രിക എടുത്തുകൊണ്ട് നീ കയറിയിട്ടങ്ങ് വെട്ടണം, പട്ടി കടിക്കണ പോലെ ഒരു വെട്ടങ്ങ് വെട്ടണം. രാവിലെ ഇവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കണ്ണാടിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ ഒരു വഴുതു പറയും, സുമ്മുൻ ബുക്കുമുൻ ഉമ്മിയും ഫഹുമിലായ ജീവൻ, നിനക്ക് ചെവിയും കേൾക്കരുത്, കണ്ണും കാണരുത്, മിണ്ടുകയും ചെയ്യരുത്. കുറച്ചു നേരം അവിടെ കടന്ന് വഴുതു പറഞ്ഞിട്ട് ബാർബർ ഷോപ്പിൽ പോയി വെട്ടിയിട്ട് വരും. അതോടുകൂടി നിന്റെ മക്കൾ നന്നാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതല്ലാതെ വെട്ടടാ പിന്നെ വാപ്പങ്ങൾ പോ. ഇന്നത്തെ മക്കളുടെ അവസ്ഥ എന്നറിയോ? ഞാൻ സ്ഥലം പറയണില്ല. പള്ളിയുടെ മുമ്പിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വീടി വലിക്കാം. ഇപ്പൊ കുറെ പ്രായമുള്ള വാപ്പമാര് പള്ളിയുടെ പടിയിലിരിക്കുന്നുണ്ട്. ഇവൻ വീടി വലിക്കുന്നത് അവര് കണ്ടു. അപ്പൊ ഇവന്റെ വാപ്പാനെ കണ്ടപ്പോ ഒരാള് പറഞ്ഞു, എടാ നിന്റെ മോൻ ആ പള്ളിയുടെ മുമ്പിൽ നിന്ന് പരസ്യമായിട്ട് വീടി വലിക്കുന്നുണ്ട്, അവനോടൊന്ന് പറ മാറി നിന്ന് വലിക്കാൻ. അവനോട് നീ ഒന്ന് പറ, ഈ പ്രായമുള്ളവര് പള്ളിയുടെ മുമ്പിൽ വന്ന് നിന്ന് പരസ്യമായിട്ട് വലിക്കാതെ ഒന്ന് മാറി നിന്ന് വലിക്കാനൊന്ന് പറയാൻ. അപ്പൊ വാപ്പ പറയുക, നീ അവനെ കാണുന്നെങ്കിൽ പറ എന്റെ മുന്നിൽ നിന്ന് വലിക്കല്ലേ എന്ന്. അവൻ സ്വന്തം തന്തയുടെ മുമ്പിൽ നിന്ന് വലിക്കുന്നവനാ. ഇന്നത്തെ മക്കളുടെ അവസ്ഥ. ഇന്നത്തെ മക്കളുടെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കുന്നു. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു ആലം, പാപ്പായിക്ക് യൂട്യൂബ് എന്താണെന്നറിയത്തില്ല, കൊച്ചുകുട്ടിക്കറിയാം യൂട്യൂബിൽ കയറേണ്ടത് എങ്ങനെയാണെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെ വളർത്തുന്നെങ്കിൽ നല്ല പോലെ വളർത്തടോ, മലക്കുകളുടെ ശാപം കിട്ടും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാനിത് പറഞ്ഞത് ഇല്ലെങ്കിൽ നിന്നെ അല്ല വെറുതെ വിടത്തില്ല. ഇവൻ എന്തു പറയുന്നറിയോ? ഈ പള്ളി കയറാത്തവനും ഈ മുടിവെട്ടാത്തവനും കീറിയ പാൻറിട്ടുകൊണ്ട് നടക്കുന്നവൻ നാളെ അള്ളാടെ മുന്നിൽ വെച്ച് നിന്നെ പിടിച്ചു നിർത്തിയിട്ട് പറയും, എന്നെ പിഴപ്പിച്ചത് എൻ്റെ വാപ്പയാ അല്ലാ, എൻ്റെ ഉമ്മയാ അല്ലാ, എനിക്കറിയില്ലായിരുന്നു പടച്ചവനെ. എല്ലാവരും മുടി വളർത്തുന്നത് കണ്ടപ്പോൾ ഞാനും ഫാഷനായി മുടി വളർത്തി. എൻ്റെ ഉമ്മയല്ലേ തിരുത്തി തരേണ്ടത്, എൻ്റെ വാപ്പയല്ലേ തിരുത്തി തരേണ്ടത്. ഇവര് തിരുത്തി തന്നില്ല അല്ലാ. അതുകൊണ്ട് എനിക്ക് തരുന്നതിന് മുമ്പ് ഇവർക്ക് കൊടു, എനിക്ക് ശിക്ഷ തരുന്നതിന് മുമ്പ് ഇവരെ നീ നരകത്തിലേക്ക് വലിച്ചെറി എന്ന് നിന്റെ മക്കൾ പറയുന്ന ഒരു ദിവസം വരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, രണ്ടാമത്തെ വിഭാഗം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തത്തിൽ നീ നീതി കാണിക്കണം, ആ ഉത്തരവാദിത്തം നീ പാലിക്കണം. വിട്ടുവീഴ്ച ചെയ്താൽ നാണം കെട്ടവനായി ഖബർ മുതൽ നാളെ അള്ളാഹുവിൻ്റെ കോടതി വരെ നിന്നെ റബ്ബ് കൊണ്ടുവരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 മണിയായി, നിർത്താറായ 10 മണിയായി. ആദം നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാ? നിസ്കരിക്കാത്തതിൻ്റെ പേരിലാണോ? ആണോ? അല്ല. എന്തിൻ്റെ പേരിൽ? വാക്ക് ലംഘിച്ചതിൻ്റെ പേരിൽ. വാക്ക് പറഞ്ഞിട്ട് പാലിച്ചില്ല, ലംഘിച്ചു. അതിന്റെ പേരിൽ ഊടുതുണി പോലും കൊടുക്കാതെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. 10 മണിക്ക് നിർത്താന്ന് ഞാൻ പറഞ്ഞു. 10 മണിക്ക് ഞാൻ നിർത്തിയില്ലെങ്കിൽ അള്ളാഹ് എന്നെ പുറത്താക്കുമെന്ന് എനിക്ക് പേടി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടെ പറയും, ഇല്ലെങ്കിൽ നിർത്തും. എന്ത് വേണം? നിങ്ങളുടെ ചോയ്സ്. എന്ത് വേണം? ഒന്ന് കൈപൊക്കിക്കേ. പിരിവുണ്ടോ? രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ പിടിക്കായിരുന്നു. ശരി, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. മൂന്നാമത്തെ വിഭാഗമാരാ സഹോദരിമാരെ, ഇതുവരെ നിങ്ങളെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ മൂന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്കൊരു വിഭാഗം കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്കൊരു വിഭാഗത്ത് കൊണ്ടുവരികയാ. അവരുടെ നാക്കുകൾ 2ആയി മുറിച്ചിരിക്കുകയാണ്. അവരുടെ നാവുകൾ 2ആയി കീറിയിട്ട് റബ്ബേ, അവരുടെ കാലിന്റെ വിരലുകളിൽ അവരുടെ
നാവുകൾ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. നരകത്തിന്റെ തീയാലുള്ള നാവ്, നരകത്തിന്റെ തീയാലുള്ള നാവ് ഇങ്ങനെ ഒരു വിഭാഗം പുഴുത്തു നാറിയിട്ട് നാളെ പരലോകത്തേക്ക് കടന്നു വരികയാ. എല്ലാവരും അവരെ കാണുമ്പോ അവിടെ നിന്ന് മുഖം തിരിക്കുകയാണ്, ഓടി ഒളിക്കുകയാണ്. നരകത്തിന്റെ തീയാല് നാവുകളിൽ നിന്ന് തീ കാരണം അവരുടെ മുഖത്തെ മാംസങ്ങൾ പോലും ഒഴുകുകയാ. ഇങ്ങനെ ഒരു വിഭാഗം നാളെ പരലോകത്ത് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആരാണ് നബിയേ, അവരാരാണ് നബിയേ, ആരാണ് നബിയേ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ദുൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ. ഇവിടെ കൂടുമ്പോ അവന്റെ കൂടെ, തിരിഞ്ഞു കഴിയുമ്പോ മറ്റുള്ളവന്റെ കൂടെ, പരസ്പരം തമ്മിലടിക്കുന്നവർ, പരസ്പരം തമ്മിലടിപ്പിക്കുന്നവർ, പരദൂഷണവും ഏഷണിയുമായി നടക്കുന്നവർ, കുറുമ്പ കലഹങ്ങൾ ഉണ്ടാക്കുന്നവർ, പടച്ചവനെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന രണ്ടും മുഖമുള്ളവരുണ്ടല്ലോ, അവനാണ് പരലോകത്തില് മൂന്നാമത്തെ നശിച്ചവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ വിഭാഗം ഇമാമിനെ കാണുമ്പോൾ പറയും, ഉസ്താദ് ഞാൻ നിങ്ങളുടെ കൂടെയാണ്. കമ്മിറ്റിക്കാരനെ കാണുമ്പോൾ പറയും അവൻ്റെ കൂടെയാണ്. അങ്ങോട്ട് മാറുമ്പോൾ പറയും അവൻ്റെ കൂടെയാ. പരസ്പരം തമ്മിലടിപ്പിക്കുന്നവൻ, ശവന്തിന്യ ഉറുമ്പുകളെ പോലെ ചില രക്തം കുടിക്കുന്ന ജീവികളുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കുക, അവരെ പോലും തമ്മിലടിപ്പിക്കണവരില്ലേ? കൂട്ടുകാരെയും കൂടപ്പിറപ്പുകളെ പോലും പിരിപ്പിക്കുന്നവന്മാരില്ലേ? അവിടെ ഇവിടെയും കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് തമ്മിലടിപ്പിക്കുക, എന്നിട്ട് രസിക്കുക. രണ്ട് മുഖമുള്ളവൻ, പച്ച മലയാളത്തിൽ വേറെ വാക്ക് പറയും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ ആ വാക്ക്. ഇവിടെ രണ്ടുപേരെ, രണ്ട് കൂട്ടുകാരത്തെ, എടോ നമ്മൾ ചിന്തിക്കടോ, എന്തിനാ ഈ വൈരാഗ്യം, ഏഷണിയും പരദൂഷണവും കൊണ്ട് എന്ത് നേട്ടവാ നിനക്ക്? അവിടെ ഇവിടെയും കൂടിയിട്ട് പടക്കത്തിന് തീ കൊടുത്തിട്ട് നടക്കുക, രസിക്കുകയാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എങ്ങനെ രക്ഷപ്പെടും സഹോദര, എങ്ങനെ രക്ഷപ്പെടും? ചില സമയങ്ങളിൽ കള്ളം പറയാൻ പറ്റുമെന്നാ. കള്ളം പറയാൻ പാടുണ്ടോ? തമാശയ്ക്ക് പോലും കള്ളം പറയാൻ പാടില്ലെന്ന് നബിയിന റസൂലുള്ളാഹി, നബിയിന റസൂലുള്ളാഹി. താത്തമാരൊക്കെ കേക്ക്, നബിതങ്ങൾ ഒരു വീട്ടിലേക്ക് കടന്നുപോയി. ഉമ്മു സലമയാണെന്ന് തോന്നുന്നു, റളിയല്ലാഹു തആല അൻഹ, മഹദിയുടെ വീട്ടിലാണെന്ന് തോന്നുന്നു. വീട്ടിൽ കയറി ചെന്നപ്പോ വീടിന്റെ പുറത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന മകനെ വിളിച്ചു, മകനെ ഇങ്ങ് വാ, നിനക്കൊരു സാധനം തരാം, ഒരു സാധനം തരാമെന്ന് പറഞ്ഞ് ഉമ്മ വിളിച്ചു. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, എന്തെങ്കിലും കൊടുക്കുവോ, നീ എന്തെങ്കിലും കൊടുക്കുവോ? അപ്പൊ ഉമ്മ പറഞ്ഞു, നബിയെ കാരക്ക, ഇത്തിരി ഒരു കാരക്കയുണ്ട്, അതിന്റെ പകുതി കൊടുക്കാമെന്ന്. ഞാൻ ഇത്രയേ ഉള്ളൂ. നബിതങ്ങൾ പറഞ്ഞു, നീ അവനെ പറ്റിച്ചാൽ, കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആ മകനെ പറ്റിച്ചാൽ നീ കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഈ താത്താമാര് ചോറുണ്ണാത്ത മക്കളെ വീടിന്റെ പുറത്ത് കൊണ്ടുപോയിട്ട് പറയും, ആകാശത്ത് കാണുന്ന അമ്പിളി അമ്മാവനെ പിടിച്ചു തരാൻ തിന്നടാ മോനേന്ന്. നീ എവിടുന്ന് പിടിച്ചു കൊടുക്കും താത്ത? അലിച്ചിക്ക് അത് കാണിച്ച് ശൈത്താനെ കാണിച്ചു തരാൻ ഇങ്ങനെ പറയാൻ പാടില്ല എന്നാ. നിന്റെ മൊബൈൽ കിട്ടാൻ വേണ്ടി പറയാം, ഐസ്ക്രീം പഠിച്ചുതരാം, അത് പഠിച്ചുതരാം, ഇത് പഠിച്ചുതരാം, ഒന്നും പഠിച്ചു കൊടുക്കത്തില്ല. കള്ളം പറഞ്ഞു പറഞ്ഞു കൂട്ടുക. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. വാപ്പ പറയും, പള്ളിയിൽ നിന്ന് പിരിവിന് വന്നിട്ടുണ്ട് മോനെ, ഞാൻ ഇല്ലെന്ന് പറയാൻ. വാപ്പ വീട്ടിൽ ഇരുന്നിട്ട് മോനോട് പറയാം ഇല്ലെന്ന് പറയാൻ. പെണ്ണുമ്പിള്ള പറയും വാപ്പ ഉറങ്ങുവാന്ന് പറയാൻ. കള്ളം പറയാൻ പഠിപ്പിക്കണ ആരാ? ഇവര് തന്നെ. ജീവനോടെ ഇരിക്കുന്ന അടുത്ത് അപ്പഴാ ഫോൺ അടിക്കുന്ന, ഉറങ്ങുവാന്ന് പറയാൻ. മോനെ മടിയിലിരുത്തി കളിച്ചോണ്ടിരിക്കുക, അപ്പഴാ ഫോൺ അടിക്കുന്നു, എടുത്തിട്ട് പറ ഉറങ്ങുവാന്ന്. പിരിവുകാർ വല്ലതും വന്നാൽ ഞാൻ ഇവിടെ ഇല്ല, മരിച്ചുപോയി, കട്ടിലിനടിയിരിക്കുവാന്ന്. എന്നിട്ട് മക്കളെ കള്ളം പറയാൻ പഠിപ്പിക്കുന്നത് ഇവരാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ കണ്ടല്ലേ നമ്മുടെ മക്കൾ പഠിക്കണേ? നമ്മളെ കണ്ടാടോ നമ്മുടെ മക്കൾ പഠിക്കുന്നേ? എന്ത് ചിന്തിക്കാത്തത്? നമ്മളാ നമ്മുടെ മക്കളെ ഈ മോശമായ സ്വഭാവം പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ 3 സമയത്ത് കള്ളം പറയാം. 3 സമയങ്ങളിൽ നിങ്ങൾ പറ, 3 സമയങ്ങളിൽ കള്ളം പറയാം. എപ്പോഴൊക്കെയാ? ചുമ്മാ നടക്കാതെ പറ, പഠിക്കും മനുഷ്യന്മാർ. എപ്പോഴൊക്കെയാ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയിരിക്കാം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയിരിക്കാം. അപ്പൊ ഒരാൾ പോയിട്ട് ഭർത്താവിനോട് പറയാ, എടാ സിറാജ്, നിന്റെ ഭാര്യ ആയിഷ എപ്പോ നോക്കിയാലും നിന്നെ കുറിച്ചാടാ ചോദിക്കണേ, കാണുമ്പോ ചുമ്മാതെ ചോദിക്കുന്നൊന്നുമില്ല.
സത്യത്തിൽ അവള് ചോദിക്കുന്നൊന്നുമില്ല. എന്നാലും ഭാര്യ എടുത്ത് പോയിട്ട് പറയാ, നിന്റെ ഭർത്താവ് എപ്പോ കണ്ടാലും നിന്നെ കുറിച്ച് ചോദിക്കും, നീ എന്തിനാ പിണങ്ങി നിൽക്കണം, പോയി ജീവിച്ചൂടെ. അപ്പുറത്ത് പോയിട്ട് പറയും, എപ്പോ നോക്കിയാലും ചുമ്മാതെ. ഇവരെ പരസ്പരം ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ പറയാന്നാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്യണ എന്താ? ഇല്ലാത്തത് പറഞ്ഞിട്ട് രണ്ട് തട്ടാക്കും. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സ്നേഹത്തോടെ ഇരിക്കുന്ന രണ്ടിനെയും രണ്ട് വശത്താക്കും. ഇതാ നമ്മുടെ സ്വഭാവം. ഇങ്ങനെയുള്ള മസ്ലഹത്തിന്റെ വിഷയങ്ങൾ വരുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാമെന്ന് ഭാര്യയോട് പറയാൻ പറ്റുന്നൊരു സമയമുണ്ടോ? എപ്പോഴാ? പറഞ്ഞുതരട്ടെ. നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഭാര്യയോട് പറയാൻ പറ്റുന്നൊരു സമയമുണ്ട്. എപ്പോഴാന്ന് പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു അവസരം പറഞ്ഞു തരട്ടെ. പെണ്ണുങ്ങള് നബി സല്ലല്ലാഹു അലൈഹി ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന ഭാര്യമാരില്ലേ? ഇല്ലേ? എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമോ? തെളിവ് വേണ്ടേ? ഹാപ്പി ആയില്ലേ? ഞാൻ പറഞ്ഞുതരാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഇന്നത്തോടു കൂടി തീരുമാനമാകും കേട്ടാ. പോക്കറ്റിന് പൈസ വെക്കണ്ടാട്ടാ. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മുമ്പിൽ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ കടന്നു വന്നു. ഹിന്ദ് അബൂ സുഫിയാന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. ഹിന്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുസ്ലിമായി. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്നത് ഹിന്ദ. വഹ്ശിയുടെ കയ്യിൽ കൊടുത്തുവിടാനുള്ള കാരണം ഹിന്ദ്. ആ ഹിന്ദ് മുസ്ലിമായി. എന്നിട്ട് നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, എൻ്റെ ഭർത്താവ് എനിക്ക് ചെലവിനൊന്നും തരുന്നില്ല, ഞാൻ കാശ് എടുക്കാറുണ്ട്, എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എൻ്റെ ഭർത്താവ് ചെലവിനൊന്നും തരുന്നില്ല. മസല കേട്ടോണം കേട്ടാ. ഭർത്താവ് ചെലവിനൊന്നും തരുന്നില്ല, തിരിഞ്ഞുപോലും നോക്കണില്ല. നാട്ടുകാരുടെ മുന്നിലൊക്കെ വലിയ ആളാ, പക്ഷെ എന്ത് ഒന്നും തരണില്ല നബിയെ. ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട്, അനുവാദം ഉണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് എടുത്തോളാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പറഞ്ഞേ? അടങ്കലോടെ ഓരിയേക്കില്ലട്ടാ. ഭർത്താവ് തരുന്നില്ലെങ്കിൽ, നിനക്ക് ഭക്ഷണം മേടിച്ചു തരുന്നില്ല, വസ്ത്രം വാങ്ങിച്ചു തരുന്നില്ല, നിന്റെ ആവശ്യങ്ങൾക്കുള്ളതൊന്നും തരുന്നില്ല, അങ്ങനെ വരുന്ന അതാ മനസ്സിലായിക്കോ. ഇപ്പൊ ഹിന്ദ് റളിയല്ലാഹു തആല ചോദിച്ചോ പറഞ്ഞു, ആവശ്യമുള്ളത് നിനക്ക് ഭക്ഷണത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ആവശ്യമുള്ളത് എടുത്തുള്ളാനാ പറഞ്ഞ. എന്നും പറഞ്ഞുകൊണ്ട് പോയി പോക്കറ്റ് കൈയിടണ്ടാട്ടാ, കുടുംബകലഹം ഉണ്ടാകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, രണ്ട് മുഖമുള്ള സ്വഭാവം നല്ലതല്ല. പള്ളി വരും നിസ്കരിക്കാൻ പാവം വാപ്പമാര്. ചില ആൾക്കാർ കഷ്ടപ്പെട്ട് പള്ളി വരും, നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ പടി വന്നിരിക്കും ഇങ്ങനെ കുറച്ചു നേരം. എന്നിട്ട് പറയും, ഓ അവൻ അങ്ങനാടാ, ഇവൻ അങ്ങനാടാ. ആ നിസ്കരിച്ച പ്രതിഫലം മൊത്തം അപ്പൊ തന്നെ വിഹിതം വെക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ തന്നെ അങ്ങ് തീർത്ത് ആ ചെയ്ത നന്മ മുഴുവനും. വാട്സപ്പിൽ ഒരു വാർത്ത കണ്ടു, കാള പെറ്റു. അറിയുന്ന ഗ്രൂപ്പിൽ മൊത്തം ഷെയർ ചെയ്തു. പിന്നെ ചിന്തിക്കണം, അല്ല കാള പ്രസവിക്കില്ലല്ലോ. നമ്മുടെ അവസ്ഥ ഇതാ. ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാ കൺഫേം ചെയ്യ്. നീ ഏതൊരു വിഷയത്തിലും നീ കൺഫേം, നിന്റെ കണ്ണുകൊണ്ട് കാണണം. ചുമ്മാതെ ആരെങ്കിലും പറയണ കേട്ടിട്ട് കൂടരുത്. അവനെ കാണുമ്പോ തന്നെ പറയണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, രക്ഷപ്പെട്ടേക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ, യാ അയ്യുഹല്ലദീന ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. അള്ളാന്റെ ഖുർആൻ പറയാ, ചിലപ്പോ താടി കാണും, ചിലപ്പോ വഅദ് പറയുന്നവനാകും, ചിലപ്പോ പള്ളിയിലെ ഇമാമാവും, ചിലപ്പോ കമ്മിറ്റിക്കാരനാകും, ചിലപ്പോ ഹജ്ജിത ഹാജിയാരായിരിക്കും. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ. ഒരു വൃത്തികെട്ടവൻ, ഒരു ഫാസിഖ് നിന്റെ അടുക്കൽ വന്ന് ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നാ മോനെ വിശ്വസിക്കല്ലേടാ, ആരോടും പറയല്ലേടാ. അല്ലാഹു പറയുകയാ, ഇൻ ജാഅകും ഫാസിഖുൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. എടാ പാവപ്പെട്ടവനെ നാണം കെടുത്തിയിട്ട് അവസാനം പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോ വായിക്കകത്ത് കൈവച്ചിട്ട് കടിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ കൺഫേം ചെയ്യണം ഏതു വിഷയവും. ഒരു ചരിത്രം പറയാം. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരികയാ. ഇത്തിരി താമസിച്ചാ വന്നേ. ഉമർ തങ്ങളെ രാജ്യം ഭരിക്കുന്നേ.
അബൂ തൽഹ റളിയല്ലാഹു തആല പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ നടന്നു വരുമ്പോ തലയിൽ തുണിയിട്ടിട്ട് ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നു. തലയിൽ തുണിയിട്ടിട്ട് ഒരാൾ രാത്രി ഇങ്ങനെ ഒളിച്ചൊളിച്ചു പോകുന്നു. ആ നടത്ത കണ്ടപ്പോ തന്നെ അബൂ തൽഹ റളിയല്ലാഹു തആലക്ക് മനസ്സിലായി ഇതെന്തോ തരികിട പരിപാടിയാ. എടാ, ഉമർ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഇവൻ എവിടെ പോകുന്നു? രാത്രിയിൽ ഒന്ന് പിടിക്കണമല്ലോ. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു തആല പുറകെ പോയി. ഈ മനുഷ്യൻ തലയിൽ തുണിയിട്ട് ഒളിച്ചൊളിച്ച് ഇങ്ങനെ പോയി. ആരുമില്ലാതെ ഒഴിഞ്ഞ ഒരു ഭാഗത്തൊരു വീട് കണ്ടു. ആ വീടിന്റെ മുന്നിൽ പോയി. അബൂ തൽഹ റളിയല്ലാഹു തആല പുറകെ പോയി. ഇവനെ പിടിക്കണം, ആരാ ഇവനെ പൊക്കണം. പടച്ചോനെ, അബൂ തൽഹ റളിയല്ലാഹു തആല ഇങ്ങനെ പതുങ്ങി പുറകിൽ പോയി നോക്കുമ്പോ ഒരു വീടിന്റെ മുന്നിൽ പോയിട്ട് അനുവാദം ചോദിക്കാതെ അകത്ത് കയറുക. അനുവാദം പോലും ചോദിക്കുന്നില്ല. രാത്രിയിൽ അനുവാദം ചോദിക്കാതെ വീടിനകത്തേക്ക് കയറുമ്പോ വീടിന്റെ വാതില് തുറന്നപ്പോൾ ആ വീടിനകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ അബൂ തൽഹ കണ്ടു. ആരാന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ തലയിൽ തുണിയിട്ടുകൊണ്ട് പാതിരാത്രിയിൽ ഒരു വീട്ടിനകത്തേക്ക് കയറിപ്പോകുന്ന രംഗം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറത്തിങ്ങനെ നോക്കി നിന്നു. ആരെയും വിളിച്ചില്ല. നമ്മളാണെങ്കിൽ പടച്ചോനെ തെങ്ങി കെട്ടിയിടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആ പഞ്ചായത്ത് മുഴുവൻ അറിയും. നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഒരുത്തനൊരു പെണ്ണിന്റെ വീട്ടിൽ കയറുന്നത് കണ്ടാൽ തന്നെ പോയി പിന്നെ പഞ്ചായത്ത് മുഴുവനും മൈക്ക് കെട്ടി വിളിച്ചു പറയും. അബൂ തൽഹ റളിയല്ലാഹു തആല മിണ്ടാതെ നിന്നു. ചിന്തിച്ചു, അല്ലാഹ്, ഉമറിന്റെ ഹൃദയത്തിൽ കയറിയ പെണ്ണാരാ? അല്ലാഹ്, ഈ ഉമറിനെ മയക്കിക്കളഞ്ഞ പെണ്ണാരാ? അബൂ തൽഹ റളിയല്ലാഹു തആല വീടിന്റെ പുറത്ത് കാത്തു നിന്നു. ഇറങ്ങി വരുന്നില്ല. ഒരുപാട് നേരം നിന്നിട്ട് അവസാനം ആ വീട് തിരിച്ചറിയാൻ ഒരടയാളം വെച്ചിട്ട് വീട്ടിൽ പോയി. ഒരടയാളം വെച്ച വീട് തിരിച്ചറിയാൻ. എന്നിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറക്കം വരുന്നില്ല. അവസാനം എപ്പോഴോ ഉറങ്ങി. അബൂ തൽഹ റളിയല്ലാഹു തആല സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുമ്പോ ഇന്നലെ രാത്രി ഒരു വീടിനകത്ത് ഒളിച്ചു കയറിയ ആളാ ഇമാമ് നിൽക്കുന്നത്. ഇന്നലെ രാത്രി പതുങ്ങി ഒരു വീടിനകത്ത് കയറിയ മനുഷ്യനാ ഇമാമത്ത് നിൽക്കുന്നത്. അബൂ തൽഹ റളിയല്ലാഹു തആല നിസ്കാരം പോലും പടച്ചവന് മനസ്സിൽ വലിയ വിഷമം. സലാം വീട്ടി. ഖലീഫയോട് ചോദിക്കാൻ പറ്റൂല. നേരെ ഇറങ്ങിയിട്ട് അടയാളം വെച്ച വീട്ടിൽ പോയി. അടയാളം വെച്ച വീട് കണ്ടുപിടിച്ചു. ആ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞു. വീടിനകത്ത് നിന്ന് സലാം അടക്കിയതൊരു പെണ്ണായിരുന്നു. അപ്പൊ കൺഫേം, ആ വീടിനകത്ത് നിന്ന് സലാം അടക്കിയതൊരു പെണ്ണിന്റെ ശബ്ദം. അനുവാദം ചോദിച്ചു, കേറി വരട്ടെ. അനുവാദം കൊടുത്തു. പെണ്ണാണ് സംസാരിക്കുന്നത്. എന്നിട്ടും അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഉറപ്പിക്കണം. വീടിനകത്ത് കയറി ചെന്നു നോക്കുമ്പോ കാണുന്നത് ആരെയാ? ഒരു പടുവൃദ്ധയായ ഉമ്മ. കണ്ണിന് കാഴ്ചയില്ലാത്തൊരു സാധുവായ ഉമ്മ. പല്ലില്ല, ഒന്നുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ചെന്ന വീട്. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല ചോദിച്ചു, ഉമ്മ, ഇന്നലെ രാത്രി ഇവിടെ ഒരു മനുഷ്യൻ വന്നല്ലോ, എന്തിനാ വന്നേ? അവിടെ നിന്ന് പറഞ്ഞു, മോനെ, എല്ലാ ദിവസവും രാത്രി വരും, എൻ്റെ കാഷ്ടം വാരും, എൻ്റെ മൂത്രം കഴുകും, എൻ്റെ തുണി കഴുകും, എന്നെ കുളിപ്പിക്കും, എന്നിട്ട് വീടിനകത്തിരുന്ന് ഭക്ഷണമുണ്ടാക്കും, എന്നിട്ട് എനിക്ക് ചവയ്ക്കാൻ പല്ലില്ലാത്തത് കാരണം ആ മോൻ തന്നെ വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും. എല്ലാ രാത്രിയിലും വന്ന് എന്നെ ഇങ്ങനെ കുളിപ്പിക്കാറുണ്ട്, എന്നെ വൃത്തിയാക്കാറുണ്ട്. ആരാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇതുവരെ പറഞ്ഞിട്ടില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല ചോദിച്ചു, ഉമ്മാ, അതാരാണെന്നറിയോ? അറിയില്ല മോനെ, ഒരുപാട് നാളുകൊണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, ആരാണെന്ന് പറയുന്നില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല പറഞ്ഞു, ഉമ്മ, അതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഓടി പള്ളിയിലേക്ക്, മസ്ജിദ് നബവിയിലേക്ക് ഓടി ഉമർ തങ്ങളുടെ കാലിൽ ചെന്ന് വീണു. ഉമർ തങ്ങളുടെ കാലിൽ ചെന്ന് വീണിട്ട് പറഞ്ഞു, ഉമറേ, ഞാൻ എൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്തത് ചിന്തിച്ചു പോയി, എനിക്ക് പൊരുത്തപ്പെടണേ. മനസ്സിൽ ചിന്തിച്ചതുപോലെ ഉമർ തങ്ങൾ ഇതൊന്നും പറഞ്ഞില്ല. എന്നിട്ട് പോലും ഓടിച്ചെന്ന് പൊരുത്തം ചോദിച്ചു, റബ്ബേ, എനിക്ക് പൊരുത്തപ്പെട്ടതാ, ഞാൻ ചിന്തിച്ചു പോയി. നമ്മളോ സഹോദര, ആരെയെല്ലാം കുറിച്ച് എന്തൊക്കെ പറയുന്നടോ? ജീവനോടെ കത്തിക്കുന്ന കാര്യമല്ലേ. ഒരു മനുഷ്യന്റെ ഇസ്സത്തിന്റെ വിലയറിയുവോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തെ നോക്കിയിട്ട് പറഞ്ഞു, കഅബ, നിനക്കെന്ത് സുഗന്ധമാ,
നീ എത്ര വലിയ ഭാഗ്യവാനാ, നിനക്ക് വലിയ മഹത്വമുണ്ടല്ലോ, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ട് നിന്നെ അള്ളാഹു അലങ്കരിച്ചിട്ടുണ്ടല്ലോ. കഅബാലയത്തിനെ നോക്കിക്കിട്ട് നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞു കഅബാലയത്തിനോട്, ഒരു മുസ്ലിമിന്റെ ഇസ്സത്തിന് നിന്നെക്കാളും വിലയുണ്ടെന്ന് മഹാനായ നബിയനാ റസൂലുള്ളാഹി. പള്ളിയിലെ ഖതീബിനെ നാണം കെടുത്തുന്നവരില്ലേ, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെ നാണം കെടുത്തുന്നവരില്ലേ, നാട്ടിൽ അള്ളാനെ പേടിച്ച് നടക്കുന്ന പെണ്ണുങ്ങളെ നാണം കെടുത്തുന്നവരില്ലേ. അള്ളാന്റെ റസൂല് പറയുന്നു, കഅബയ്ക്ക് അള്ളാഹുടെ മുന്നിലുള്ളതിനേക്കാളും സ്ഥാനമുണ്ടോ ഒരു മുസ്ലിമിന്റെ ഇസ്സത്തിന്, ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന്. ഞാൻ തെറ്റ് ചെയ്താൽ അള്ളാഹു എന്നോട് ചോദിക്കൂ, നിന്നോട് ചോദിക്കില്ല. അള്ളാഹിക്ക് വേണമെങ്കിൽ അപ്പൊ പരസ്യപ്പെടുത്താമായിരുന്നു. അള്ളാഹു മറച്ചു വെച്ചത് എന്തിന് നീ കാണിക്കുന്നു? അപ്പൊ ചോദിക്കും, ഉസ്താദ് തെറ്റ് ചെയ്താ അത് അള്ളാഹു അവരും തമ്മിൽ തീർക്കൂലേ? ഒരു മനുഷ്യന്റെ മനസ്സ് ഒരാളെ നാണം കെടുത്തരുത്, ഒരാളെ നാണം കെടുത്തുകയോ മോശമാക്കുകയോ അതിനുള്ള അധികാരം ചിലർക്കിത് നിസാരം. അവിടെ ഇവിടെയും ഇരുന്ന് ഓരോന്നും പറയും. വാപ്പ, നിനക്ക് നിന്റെ അവസ്ഥ അറിയാഞ്ഞിട്ടാ, നിനക്ക് അള്ളാഹു തരുന്ന ശിക്ഷ നിനക്കറിയാഞ്ഞിട്ടാ. പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് കൂടും. ഇപ്പൊ എന്താപ്പാ തൊഴിലുറപ്പ്, അങ്ങനല്ലേ പറയാ, തൊഴിലുറപ്പ് പണിക്കൊക്കെ സുബ്ഹാനല്ലാഹ് അതിനെ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പണിക്കൊക്കെ അങ്ങോട്ട് പോയിരുന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്ന അവിടെ ഇരുന്ന് എന്തെല്ലാം കാര്യങ്ങളാ റബ്ബേ, എന്തെല്ലാം കാര്യങ്ങൾ പറയുമെന്നറിയോ എൻ്റെ പൊന്നു താത്താമാരെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, കള്ളു കുടിച്ചവൻ അള്ളാഹു പുറത്തു കൊടുക്കും. കള്ളു കുടിച്ചു, റബ്ബേ എനിക്ക് പുറത്തുതാ അല്ല, ഞാൻ വ്യഭിചരിച്ചല്ല എനിക്ക് പുറത്തുതാ അല്ല, ഞാൻ പലിശ തിന്നല്ല എനിക്ക് പുറത്തുതാ അല്ല, അറിയാതെ ചെയ്തു പോയി റബ്ബേ. അല്ല കരുണയുള്ളവനെ അല്ല പുറത്തു കൊടുക്കും. പള്ളിയിലെ ഇമാമിനെ കുറ്റം പറഞ്ഞിട്ട്, പള്ളിയിലെ പ്രസിഡന്റിനെ ജീവനോട് ആ മനുഷ്യനെ നാട്ടുകാരുടെ മുന്നിൽ കളിയാക്കിയിട്ട് നീ അള്ളാനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് നീ ആദ്യം പഠിക്ക്. എടാ, നീ മക്കത്ത് പോയി ഹജ്ജ് ചെയ്തിട്ട് ഒരു പ്രയോജനം ഇല്ല. നീ ആരുടെ മനസ്സു വേദനിപ്പിച്ചോ അവന്റെ കയ്യിൽ പിടിച്ചു പൊരുത്തം ചോദിക്കാതെ നീ അള്ളാഹുടെ സ്വർഗത്തിൽ പോകൂല. കാരണം അള്ളാഹു നീയും തമ്മിൽ ബന്ധപ്പെട്ടത് അള്ള പുറത്തു തരും. ഞാനും നീയും ഉള്ളത് നമ്മൾ തമ്മി തന്നെ തീർക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.